തിരുവനന്തപുരത്ത് ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ തീർച്ചയായും ഞെട്ടിച്ചുകൊണ്ട്, ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ, അതും ഏതാണ്ട് പല വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂർ CPM കളിച്ചൊരു കളി ഇപ്പോൾ അവർക്ക് ഭാര്യയായി. എന്താ കാര്യം? ഒരു റബലായി മത്സരിച്ച ഒരാളെ പിടിച്ച് അവിടെ കൃത്യം ഒപ്പം വന്നു. UDF LDF ഒപ്പം വന്നു. റബലായി മത്സരിച്ച ഒരാളെ പിടിച്ച്, വർഗീസിനെ പിടിച്ച് അവിടെ മേയറാക്കി. ഇപ്പോൾ വേലിയിലിരുന്ന പാമ്പിനെ എവിടെയോ വെച്ച മാതിരിയുള്ള ഒരു അനുഭവം CPM-നുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ച്, അവരുടെ മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ച്, അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുത്ത്, ജനങ്ങളുമായി ബന്ധമുള്ള ആളുകളെ അവർ തിരഞ്ഞെടുത്ത് അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. CPM ജില്ലാ സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇന്ന് വളരെ രസകരമായി വന്നു. അദ്ദേഹം പറഞ്ഞു BJP-യും കോൺഗ്രസ് തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതെന്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. കോൺഗ്രസ് അതിൻ്റെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ CPM-ന് എന്താ പ്രശ്നം? BJP-ആയിട്ട് എന്താ അണ്ടർസ്റ്റാൻഡിങ്? യഥാർത്ഥത്തിൽ CPM BJP അണ്ടർസ്റ്റാൻഡിങ് പൊളിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് അവിടെ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് പരാജയപ്പെടരുത് എന്ന് വിശ്വസിക്കുന്ന മതേതര വോട്ടുകൾ അവർക്ക് ചെയ്യാൻ കഴിയും. CPM-നോടും BJP-യോടും കൃത്യമായി വിരോധമുള്ള, കേന്ദ്രഭരണത്തോടും സംസ്ഥാന ഭരണത്തോടും വിരോധമുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വലിയ നേട്ടമുണ്ടാകും. സാധാരണ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നൊരു പ്രത്യേകത, ഇപ്പോൾ UDF-ന് വോട്ട് ധാരാളമുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട്, അതിനേക്കാൾ കൂടുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നാണ് കൂടുതൽ വോട്ട് കിട്ടുക. UDF-ന് കുറവാണ്. അതിന് വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. LDF എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന, ഇപ്പം എത്രയുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ചും CPM, ഒരു പരിധിവരെ CPI അവരുടെ കീഴിലാണ്. ബാക്കിയത് CPM-ൻ്റെ കീഴിലാണ് എല്ലാവരും. CPM കൊടുക്കുന്ന സീറ്റ് മത്സരിക്കുക എന്നുള്ളത് CPI-ക്കുള്ളൂ. അപ്പോൾ CPM എന്നൊരു സംവിധാനം തെരഞ്ഞെടുപ്പിനെ വളരെ മുൻകൂട്ടി കണ്ട് ഓരോ വാർഡിലും നിർത്തേണ്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കും. അവർക്കവിടെ അതിനുവേണ്ട മുൻഗണന കൊടുക്കും. സംഘടനാപരമായി അവരെ വോട്ട് ചേർക്കും, ആളുകളെ കൂടുതൽ ചേർക്കും. അതുകൊണ്ട് തന്നെ CPM-ന് LDF-ന് കേരളത്തിൽ എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മേൽക്കൈ കിട്ടാറുണ്ട്. അത് ഒരു സ്വാഭാവികമായ രീതിയാണ്. പ്രധാന കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവസാന നിമിഷം മാത്രമാണ് സ്ഥാനാർത്ഥി ആരാന്നറിയാം. അപ്പോൾ റബൽ വരും. കോൺഗ്രസിൻ്റെ റബൽ സ്ഥാനാർത്ഥികളുടെയും കോൺഗ്രസിൻ്റെയും കൂടി വോട്ട് കൂട്ടിയാൽ ഒരു സംശയം വേണ്ട LDF-നേക്കാൾ കൂടുതൽ വോട്ടുണ്ടാവും. മാത്രമല്ല LDF വളരെ തന്ത്രപരമായി നിൽക്കും. എന്തിനാ? കോൺഗ്രസിൻ്റെ റബൽ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവരെ പിന്താങ്ങാൻ വേണ്ടി LDF നിൽക്കുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാവുകയും അവിടെ തമ്മിലടി ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി പലപ്പോഴും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. അതുകൊണ്ടാണ് ഒരുപക്ഷെ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ, ഒരു കോർപ്പറേഷനിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ വോട്ട് കിട്ടുമ്പോഴും മറ്റേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരാജയം സംഭവിക്കും. ഇത് പരിഹരിക്കണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു എന്നാണ് കേൾക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. കാരണം തങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ രാഷ്ട്രീയ വോട്ടുകളും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ സഹായിച്ചാൽ അത് കോൺഗ്രസിന് ഗുണകരമാവും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കോൺഗ്രസിൻ്റെ രീതി വെച്ച് BJP കോൺഗ്രസിനേക്കാൾ മെച്ചമാണ് പല സ്ഥലത്തും. ഇപ്പം അവർ തമ്മിൽ തന്നെ കൂട്ടടിയൊക്കെ നടക്കുന്നുണ്ട്. അത് വേറെ വിഷയം, അതിലേക്കിപ്പോൾ ഞാൻ കിടക്കുന്നില്ല. ഇപ്പം തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാന നഗരമാണ്. തിരുവനന്തപുരത്ത് മേയർ എന്ന് പറയുന്ന ഒരു മന്ത്രികളൊക്കെ ഉയർന്ന പദവിയാണ്. സത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. തിരുവനന്തപുരത്ത് ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ തീർച്ചയായും ഞെട്ടിച്ചുകൊണ്ട്, ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ, അതും ഏതാണ്ട് പല വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചിലപ്പോൾ ഒരു മാസത്തിനകത്തേ വരുള്ളൂ. ഡിസംബറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് ഒരുപക്ഷെ കോൺഗ്രസ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു മുൻകൈയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ മണ്ഡലത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ വനിതാ മണ്ഡലങ്ങളൊക്കെ ഏതാണ്ട് തിരിച്ചു കഴിഞ്ഞിരിക്കും. ആ ഘട്ടത്തിൽ എവിടെയാണ് വനിത വരുന്നത്, എവിടെയാണ് SC വരുന്നത്, എവിടെയാണ് വരുന്നതെന്ന് അവർക്കറിയാം. അവിടെ ആർക്കൊക്കെ സ്വാധീനമുണ്ടെന്നറിയാം. തിരുവനന്തപുരത്ത് ശബരിനാഥിനെയാണ് ഒരു മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശബരിനാഥ് യൂത്ത് കോൺഗ്രസിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെ പരിചയമുള്ളതൊക്കെ നന്നായി വളരെ ഡീസൻ്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്.
മറ്റുള്ളവരെ മെക്കിട്ട് കയറുകയോ ചാടുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രഖ്യാപിച്ചാൽ അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ സമയം കിട്ടും. ഇനി ഏതെങ്കിലും തരത്തിലുള്ള റബൽ ഉണ്ടെങ്കിൽ അത് നേരത്തെ പരിഹരിക്കാൻ കഴിയും. കാരണം നോമിനേഷൻ റബലും സ്ഥാനാർത്ഥി ഒക്കെ കൂടി നോമിനേഷൻ കൊടുക്കും. അവസാനം പിന്നെ ഒരുത്തനെ പിൻവലിപ്പിക്കുന്ന പണിയാണ് കോൺഗ്രസ് ചെയ്യാറ് സാധാരണ. അത് ഒഴിവാക്കാൻ കഴിയുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആശ്വാസം അവർക്കുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുക, തിരുവനന്തപുരത്ത് കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. 11 സീറ്റ് വെച്ചാണ് കോൺഗ്രസിന് കിട്ടിയത്, 72. അതിന് കാരണം ഒരു സംശയവും വേണ്ട, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാ സ്ഥലത്തും 2-3 പേരും നിന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ചിലർ BJP-യുടെ സ്ഥാനാർത്ഥിയായി, ചിലർ LDF-ന്റെ സ്ഥാനാർത്ഥിയായി ഒക്കെ വന്നു. ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെ പ്രഖ്യാപിച്ചു, കൊല്ലത്തും ഒരു സ്ഥാനാർത്ഥിയെ KPCC മെമ്പറായ ഒരാളെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറയണം. ഇപ്പോൾ നറുക്കെടുപ്പ് കഴിഞ്ഞാൽ ആരാണ് വനിത, ഏതാണ് വനിത എന്നൊക്കെ ഉള്ളത് അറിയാം. വന്ന് നിൽക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ CPM കളിച്ച ഒരു കളി ഇപ്പോൾ അവർക്ക് ഭാര്യയായി. എന്താ കാര്യം? ഒരു റബലായി മത്സരിച്ച ഒരാളെ പിടിച്ച് അവിടെ കൃത്യം ഒപ്പം വന്നു. UDF LDF ഒപ്പം വന്നു. റബലായി മത്സരിച്ച ഒരാളെ പിടിച്ച് വർഗീസിനെ പിടിച്ച് അവിടെ മേയറാക്കി. ഇപ്പോൾ വേലിയിലിരുന്ന പാമ്പിനെ എവിടെയോ വെച്ച മാതിരിയുള്ള ഒരു അനുഭവം CPM-നുള്ളത്. കാരണം എന്താ? അദ്ദേഹം സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. സുരേഷ് ഗോപി നല്ല മഹാനുഷ്യനാണ്, മഹാനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വല്ലാത്ത ദ്രോഹം അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ചെയ്ത ഒരാളാണ്. അങ്ങനെ ഇടതുപക്ഷ മേയറാ പറയണേ. സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്. അതേ എന്നെ കാണാൻ വന്നു, ഫണ്ടൊക്കെ തരുന്നു, നല്ല മനുഷ്യൻ. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്താ, ഞാൻ ഇനി ഇടതുപക്ഷത്തിനോടൊപ്പമില്ല, ഏത് പക്ഷത്ത് പോകും എന്നുള്ളതൊക്കെ പിന്നെ ആലോചിക്കാം. ഒരു റബലിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് തൃശ്ശൂരിലെങ്കിലും ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ചെറുതായിരിക്കും. കാരണം നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് തീർക്കുക? നിങ്ങൾ വിളിച്ചൊരു മേയർ ഇപ്പോഴത്തെ BJP-കാരനാണ്. സാധാരണ കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോകണമെന്നാണ് കോൺഗ്രസ്സുകാർ എന്നൊന്നും കോൺഗ്രസ്സുകാരെ വിമർശിക്കാറുള്ളത്. ഇവിടെ തൃശ്ശൂരിലെ CPM മേയറാണ് BJP-യിലേക്ക് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ CPM-ന് അത് തലവേദനയാവും. ആ അർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ച്, അവരുടെ മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ച്, അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുത്ത്, ജനങ്ങളുമായി ബന്ധമുള്ള ആളുകളെ അവർ തിരഞ്ഞെടുത്ത് അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കോൺഗ്രസ് ഇങ്ങനെ ചെയ്യുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. ഒരുപക്ഷെ അവരുടെ പഴയകാല തെറ്റുകൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മാത്രമല്ല, തിരുവനന്തപുരത്ത് K. മുരളീധരൻ നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ ആണ് തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്. അദ്ദേഹം അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുക. തിരുവനന്തപുരത്ത് മേയർ ഉണ്ടാക്കണം, UDF-ന്റെ മേയർ ഉണ്ടാവണം. ഞാൻ കണക്കാക്കുന്നത് തിരുവനന്തപുരത്ത് അങ്ങനെ വളരെ ശക്തമായൊരു രാഷ്ട്രീയ വോട്ടൊന്നും UDF-നെതിരായിട്ടില്ല. UDF-ന് കിട്ടാവുന്ന കുറേ വോട്ടുകളൊക്കെ പോകുന്നതാണ് വഴി. ആ വോട്ടുകൾ പിടിച്ചു നിർത്തും. ഇന്ന് CPM ജില്ലാ സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇന്ന് വളരെ രസകരമായി വന്നു. അദ്ദേഹം പറഞ്ഞു BJP-യും കോൺഗ്രസ് തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതെന്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. കോൺഗ്രസ് അതിൻ്റെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ CPM-ന് എന്താ പ്രശ്നം? BJP-ആയിട്ട് എന്താ അണ്ടർസ്റ്റാൻഡിങ്? യഥാർത്ഥത്തിൽ CPM BJP അണ്ടർസ്റ്റാൻഡിങ് പൊളിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് അവിടെ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് വോട്ട് കിട്ടാതിരിക്കുകയും അതൊക്കെ BJP-യിലേക്ക് പോവുകയും അങ്ങനെ BJP വിജയിക്കുകയും BJP ജയിക്കുന്നുള്ള ഭീതി കൊണ്ട് കോൺഗ്രസ് വോട്ടുകൾ CPM-ന് ചെയ്യുകയും ചെയ്യുന്ന രണ്ട് പ്രതിഭാസവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ അതില്ലാതാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ കോൺഗ്രസിനും UDF-നും അവകാശപ്പെട്ട വോട്ടുകൾ തിരുവനന്തപുരം നഗരസഭയിൽ കിട്ടാൻ കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് അവർക്ക് പ്രതീക്ഷിക്കാം. ജയിക്കുമോ മേയറാവോ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല നിലയിൽ തിരുവനന്തപുരത്ത് വരും എന്ന് തന്നെയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലും അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു എന്നറിയുന്നു. അത് വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് മേയറുടെ കാര്യം തീരുമാനിച്ചു, മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യം എനിക്കറിയില്ല. മറ്റ് സ്ഥലങ്ങളിലും കോൺഗ്രസ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ അവരുടെ സംഘടനാ ശക്തി ബലപ്പെടും. ഈ സംഘടനാ ബലം യഥാർത്ഥത്തിൽ അസംബ്ലി ഇലക്ഷന് ഗുണകരമാണ്. കാരണം ഈ ആളുകൾ തന്നെയാണ് അസംബ്ലി ഇലക്ഷനും വേറെ തരത്തിൽ വോട്ടർ ലിസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ പോകും. കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ, കോൺഗ്രസിലെ തമ്മിലടിയില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ, ഇപ്പോഴും കോൺഗ്രസിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തം ഒരു സന്ദർഭം എടുക്കുമ്പോൾ കോൺഗ്രസ് പരാജയപ്പെടരുത് എന്ന് വിശ്വസിക്കുന്ന മതേതര വോട്ടുകൾ അവർക്ക് ചെയ്യാൻ കഴിയും. CPM-നോടും BJP-യോടും കൃത്യമായി വിരോധമുള്ള, കേന്ദ്രഭരണത്തോടും സംസ്ഥാന ഭരണത്തോടും വിരോധമുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വലിയ നേട്ടമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എല്ലാ സ്ഥലത്തും വ്യാപിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കണം. ജനാധിപത്യപരമായൊരു തെരഞ്ഞെടുപ്പ് നടക്കണം. ഓരോരുത്തർക്കും അവർക്ക് കിട്ടുന്ന വോട്ടുകൾ വെച്ച് ജയിക്കുന്നവർ ജയിക്കട്ടെ, തോൽക്കുന്നവർ തോൽക്കട്ടെ.